അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഹൽദി ആഘോഷം തന്നെയാണ്. അപ്പോൾ കൃഷ്ണയുടെ അമ്മയ്ക്ക് ബോധമൊക്കെ തെളിയുന്നു. അപ്പോൾ അമ്മ കൃഷ്ണയെ അന്വേഷിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഞാൻ പറയാം മോളോട് അകത്തേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ പുറത്തിറങ്ങി ചെല്ലുമ്പോഴത്തേനും കൃഷ്ണ അവിടെ കാണത്തില്ല. അപ്പോൾ തങ്കത്തിനോടും ഗോപാലിനോടും പറയും, ആ കുട്ടിയെ എവിടെ, ആ കുട്ടിയെ അമ്മയ്ക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാണിക്കും, അല്ലെങ്കിൽ അവരുടെ മാനസിക നില തെറ്റിപ്പോകും എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, മേഡം ഇപ്പോൾ വരും, പുറത്ത് പോയിരിക്കുകയാണ്, വിളിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഗോപാലൻ ഫോണെടുത്ത് നമ്മുടെ കൃഷ്ണയെ വിളിക്കുക. അപ്പോൾ കൃഷ്ണ അവിടെ ഇങ്ങനെ ആഘോഷങ്ങളും പരിപാടി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുകയാണ്. ആ സമയത്താണ് കൃഷ്ണയുടെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ കൃഷ്ണ ഫോൺ എടുക്കുക. അപ്പോൾ ഗോപാലനാണ്. അപ്പോൾ പറയും, എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കും. ഹോസ്പിറ്റലാന്ന് പറയാം. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയാൻ നിർമ്മല പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ ചോദിക്കും, ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കും. ഇങ്ങനത്തെ കൂതറ ആൾക്കാരൊക്കെ സിതാരയ്ക്ക് ബന്ധുക്കളായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നോ 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 എന്ന് പറയും, അത് ഞങ്ങൾ കുറേ പേരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മോള് സഹായിച്ച ഒരു തങ്കം എന്ന സ്ത്രീയുടെ കാര്യമാണ്, എന്തായി മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പം സിതാര പറയും, എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പോകാൻ റെഡിയാകുകയാണ്. അങ്ങനെ പോകാൻ റെഡിയായിരിക്കണം. അപ്പം വീണ്ടും അവിടെ സിസ്റ്റർ വന്നിട്ട് കൃഷ്ണയെ അന്വേഷിക്കും. മോൾ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, വന്നില്ല എന്ന് പറയും. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ കാറിൽ കയറി പോകുന്നത് കാണുന്നു. അപ്പം നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലാവും, ഇത് യഥാർത്ഥത്തിൽ വന്നത് കൃഷ്ണ തന്നെയാണ്, എന്തായാലും അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നതെന്ന് മുത്തശ്ശി ആശ്വസിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് സമാധാനമാകുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറയുകയാണ്. അപ്പം നവീൻ കൃഷ്ണയോട് പറയുന്നു, തന്നെ കൂടുതൽ അടുക്കുകയാണ് ഞാൻ, തന്നെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയില്ല, വീണ്ടും ആര് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല, തന്നോടുള്ള ഇഷ്ടം കൂടി വരികയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയും, എന്നാൽ പിന്നെ നമുക്ക് താലുകെട്ടിൽ കൂടെ നടത്തിയാലോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ തമാശകളൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണ് ഇതെല്ലാം കണ്ടിട്ട് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ഗാഥയ്ക്കാണ് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൃഷ്ണ ഇങ്ങനെ ചെയ്യുന്നതും മനഃപൂർവ്വമാണെന്നുള്ള ധാരണയിലാണ് നമ്മുടെ ഗാഥ ഇരിക്കുന്നത്. അങ്ങനെ കൃഷ്ണ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അങ്ങയുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാരണം അമ്മയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയുള്ളെന്നാണ് കൃഷ്ണ ആലോചിക്കുന്നത്. ഇതേ സമയത്ത് പുറത്താണെങ്കിൽ തങ്കവും ഗോപാലനും പറയുകയാണ്, ഇനിയാണ് അവളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരാൻ പോകുന്നത്. കാരണം അമ്മയെ അവളെ ജീവൻ കൊടുത്ത് രക്ഷിച്ചിനെ അവളുടെ ജീവിതം എന്താവും എന്നുള്ള വിഷമത്തിലാണ് നമ്മുടെ ഗോപാലനും തങ്കവും. അപ്പോൾ അവർ തന്നെ ആശ്വസിക്കുക, എന്തെങ്കിലും വഴി ദൈവം കാണാതിരിക്കത്തില്ല. പിന്നെയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി അതുപോലെ ഈ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ അന്ന് പറഞ്ഞൊരു ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇത് നല്ല സമയമാണ്, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിക്കോളൂ, മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ദൈവം കാണിച്ചു തരുന്ന ഇതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഗാഥയോടാണെങ്കിൽ സിദ്ധാര പറയും, നീ കുറച്ച് അടങ്ങണം, ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല, നിനക്കൊരിക്കലും നവീനെ കിട്ടാത്ത രീതിയിലേക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ട് നീ ഒന്ന് കുറച്ച് അടങ്ങി ഒതുങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ കല്യാണ മേളത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ കളരിക്കൽ തറവാട്. അതുകൊണ്ട് ഇതൊക്കെയാണ് വരും എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ, താങ്ക് യു.